മലപ്പുറം ജില്ലയുടെ ആസ്ഥാനമായ മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ മലപ്പുറം PWD ഹൗസിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ വികസനത്തിന് 172 കോടിയുടെ പ്രവൃത്തികൾ നടത്തും. ജില്ലയുടെ വികസനത്തിന് സഹായകമാകുന്ന ഗ്രീൻഫീൽഡ് ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. മലപ്പുറത്തിന്റെ വികസനത്തിന് സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും വികസനത്തിന് ഉതകുന്ന മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുക. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനിച്ചത്. നമ്മുടെ ജില്ലാ തലസ്ഥാനത്ത് ചെയ്യേണ്ട അത്യാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചു കാലമായിട്ട് വളരെയധികം അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്നു. അതായത് മലപ്പുറം ജില്ലയുടെ തലസ്ഥാനം കുറച്ചുകൂടിയൊക്കെ ഒന്ന് അഭിവൃദ്ധിപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം. അങ്ങനെ വന്നപ്പോൾ മലപ്പുറം ജില്ലാ തലസ്ഥാന വികസനത്തിന് കുറച്ചുകൂടി ഒരു ഉയർന്ന പരിഗണന കിട്ടണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങളെല്ലാവരും കൂടി സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ മുമ്പ് തന്നെ അങ്ങനെ അദ്ദേഹം അതിന് അനുവാദം തരികയും ക്യാബിനറ്റിലും അസംബ്ലിയിലും ഒക്കെ അത് സംബന്ധിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ മലപ്പുറം ജില്ലാ തലസ്ഥാനം ഒരു ലക്ഷ്യമിട്ട് നമ്മൾ മോടി പിടിപ്പിക്കുകയും ഉഷാറാക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തൊക്കെ ചെയ്യണം എന്നായി. അപ്പോഴാണ് വളരെ കാലമായിട്ട് ഇവിടെ പെൻഡിങ്ങിലുള്ള കുറേ വിഷയങ്ങൾ ശ്രദ്ധയിൽ വന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് കലക്ട്രേറ്റ് ധാരാളം സ്ഥലമുണ്ട്, പക്ഷേ ഒരു സൗകര്യമുള്ള ഓഫീസില്ല. അപ്പോൾ റവന്യൂ ടവർ വേണം. അപ്പോൾ റവന്യൂ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു, ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഉണ്ട്, ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള നിലയിലാണ് അഭിപ്രായങ്ങൾ കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഉദാഹരണമായിട്ട് അതിനടുത്ത് കുറേ ഗവൺമെൻറ് ഓഫീസുകളുണ്ട്. അത് അവിടെ തുടരുന്നതിന് പകരം അവിടെ മുഴുവൻ ഹോസ്പിറ്റലാക്കി അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട്. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തും. കോട്ടപ്പടിയിലുള്ള സർക്കാർ ഓഫീസുകൾ സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്നതോടെ ലഭ്യമാകുന്ന സ്ഥലം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി ഉപയോഗിക്കും. 65 കോടി രൂപ ചെലവിൽ സിവിൽ സ്റ്റേഷനിൽ റവന്യൂ ടവർ നിർമ്മിക്കും. ഇതിനായി 7 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാൾ നവീകരണത്തിന് 1 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കും. മലപ്പുറം നഗരസഭാ പരിധിയിലെ 19 റോഡുകളുടെ നവീകരണത്തിന് 84 കോടിയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മലപ്പുറം തിരൂർ റോഡിന്റെ നവീകരണം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി മാറ്റുന്ന പദ്ധതി മലപ്പുറത്തിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനും ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. മുണ്ടുപറമ്പ് ബൈപ്പാസ് റോഡ്, അങ്ങാടിപ്പുറം കൊണ്ടോട്ടി റോഡ്, മോങ്ങം വള്ളുവമ്പുറം ബൈപ്പാസ്, മലപ്പുറം ചെമ്മങ്കടവ് ചട്ടിപ്പറമ്പ് റോഡ്, മങ്ങാട്ടുപുലം പാലം, പൊന്നാനി ഊട്ടി റോഡ് നവീകരണം, മലപ്പുറം ടൗൺ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, മലപ്പുറം കാടാമ്പുഴ വെട്ടിച്ചിറ റോഡ്, മഞ്ചേരി കീഴിശ്ശേരി റോഡ് നവീകരണം, മിനി ഊട്ടി റോഡ് നവീകരണം, നമ്പ്രാണി തടയണ ടൂറിസം പദ്ധതി, കോട്ടപ്പടി ജംഗ്ഷൻ വീതികൂട്ടൽ, PSC RT ഓഫീസ് എന്നിവയ്ക്കായി പ്രത്യേക കെട്ടിടം, മലപ്പുറത്ത് സ്വാതന്ത്ര്യസമര ചരിത്ര മ്യൂസിയം തുടങ്ങി നിരവധി പദ്ധതികൾ പരിഗണിച്ചാണ് മാസ്റ്റർ പ്ലാൻ. ജില്ലയുടെ വികസനത്തിന് സഹായകമാകുന്ന ഗ്രീൻഫീൽഡ് ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയുടെ വികസനത്തിന് 172 കോടി രൂപയുടെ പ്രവൃത്തികൾ നടത്തും. മക്കരപ്പറമ്പിലെയും മോങ്ങത്തെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള പദ്ധതി, മലപ്പുറം വേങ്ങര, മലപ്പുറം മഞ്ചേരി തുടങ്ങിയ റോഡുകളുടെ വികസനവും മാസ്റ്റർ പ്ലാനിലുണ്ടാകും. കൂടുതൽ സ്ഥലമേറ്റെടുത്ത് നിലവിലുള്ള പാതകൾക്ക് വീതി കൂട്ടി ഇരട്ടിപ്പിക്കാനും ഗതാഗതം സുഗമമാക്കാനും ലക്ഷ്യമിടുന്ന ഡിസൈൻ റോഡുകൾ, റോഡിന്റെ ഇരുവശങ്ങളിലും സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ എന്നിവയും നടപ്പാക്കും. PWD അഡീഷണൽ സെക്രട്ടറി VR വിനോദ്, ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, ADM സാദിഖ് PO, പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനീഷ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പേലത്തൊടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്കും മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോൺടാക്ട് 9746 722 922.